ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ. ഇന്നലെ കടന്നു വന്ന ഒരു ചോദ്യമാണ്. നാളെ ഭൂമി തവിട്ട് നിറത്തിലായിരിക്കും അല്ലേ, ബ്രൗൺ കളർ. അച്ഛൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ന് മാത്രമല്ലടോ, എന്നും ഭൂമി തവിട്ട് നിറത്തിലാണ്. അമ്മ മാതാവിന്റെ തിരുവത്തിരിയം എന്നും ഭൂമിയെ മലയം ചെയ്യുന്നത് സംരക്ഷണമാണ്. ഇന്ന് കാർമലിന്റെ തിരുനാളാണ്. 60ഓളം വാഴ്ത്തപ്പെട്ടവർ, 35ഓളം വിശുദ്ധർ, 3 വേദപാരംഗതർ. കാർമൽ അതിസുന്ദരമാണ്. ഒരു നല്ല അമ്മ, ഒരുപാട് മനോഹരമായ കാർമലിന്റെ പ്രാർത്ഥനാലി. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലുത്തീനിയയിലെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ 300 ദിവസത്തെ ദണ്ഡവിമോചനം. ഈ തിരുവുത്തിരിയും ഒരു പ്രാവശ്യം ചുംബിക്കുമ്പോൾ 500 ദിവസത്തെ ദണ്ഡവിമോചനം. ഈ ഉത്തിരിയം ധരിച്ച് മരിച്ചാൽ വിശുദ്ധിയിൽ അമ്മയോട് പ്രാർത്ഥിച്ച് ജീവിതം പൂർത്തിയാക്കിയ തൊട്ടടുത്ത ശനിയാഴ്ച അമ്മ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇത് ശനിയാഴ്ച വരെ. അപ്പോൾ കാർമൽ എന്തൊക്കെയോ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കാർമലിനോട് ചേർന്നായിരിക്കാം, കാർമലിനായിരിക്കാം. പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ഇന്ന് ആചരിക്കുമ്പോൾ ഓർക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ആ അമ്മയുടെ ഉടയാടയാണ് നമുക്കും ധരിക്കാൻ ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം ഒരു ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൈമൺ സ്റ്റോക്കിന്റെ പ്രാർത്ഥനയിലേക്ക്. ഓ കാർമലിന്റെ അതിമനോഹര പുഷ്പമേ, ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയെ, സ്വർഗത്തിന്റെ മഹത്വമേ, ദൈവപുത്രന്റെ വാഴ്ത്തപ്പെട്ട അമ്മേ, കുറ്റമറ്റ കന്യകെ, എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. ഓ സമുദ്ര താരമേ, ദൈവമാതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ആമേൻ.